നമസ്കാരം. നായർ സമുദായത്തിൽ ജനിച്ച് എനിക്ക് ഈഴവ സമുദായത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ എന്താണ് അവകാശമെന്ന് പലർക്കും തോന്നിയേക്കാം. ഞാൻ ജനിച്ചു വളർന്നത് നാട്ടിൻപുറത്ത് അറിയപ്പെടുന്ന രണ്ട് പ്രശസ്തമായ നായർ തറവാട്ടിലാണ്, അച്ഛൻ്റെയും അമ്മയുടെയും. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കണ്ടതാണ് അദൃശ്യമായ ഒരു വേലിക്കെട്ട് ഈ തറവാട് ചുറ്റും കെട്ടിയിരിക്കുന്നത്, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ. അപ്പം അതിൻ്റെ അതിരിനപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ചുമൊക്കെ എനിക്ക് മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ പോയതാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പോൾ അച്ഛൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞ് വളരെ കുട്ടിയായി എൻ്റെ കൈയും പിടിച്ച് നാട്ടിലൂടെ നടക്കുമ്പോഴേ ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു ഗുരുമന്ദിരമാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മന്ദിരമാണ്. അവിടെ നിന്നും ഒരു കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ ആരാധിക്കുന്ന ഒരു കനീകിര മഹാവിഷ്ണു ക്ഷേത്രമാണ്. പലരും ആ ക്ഷേത്രത്തിൽ ഈ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന് മുമ്പിൽ കൂടെ പോയി അവിടെ ആരാധനാലയങ്ങളിലും ആരാധനയിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. എൻ്റെ അച്ഛൻ നടന്ന് ഈ ഗുരുമന്ദിരത്തിന് മുമ്പിലെത്തുമ്പോൾ എൻ്റെ കൈപിടിച്ച് നടന്നെത്തുമ്പോൾ അച്ഛൻ മുണ്ടിൻ്റെ മടക്കിക്കുത്തൊക്കെ അഴിച്ചിട്ട് വളരെ ഭക്തിയോടുകൂടി ഗുരുനാരായണൻ്റെ മുമ്പിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൗതുകത്തോട് നോക്കിക്കൊണ്ട് അച്ഛനോട് പറയും, അച്ഛൻ തൊഴുതു കഴിഞ്ഞ് പറയും, അച്ഛാ അമ്മൂമ്മ പറഞ്ഞല്ലോ ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഷാജിയുടെയും പ്രശാന്തൻ്റെയും മനോജിൻ്റെയും ഒക്കെ ദൈവമാണ്, നമ്മുടെ ദൈവം അപ്പുറത്ത് മാറിയ മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പം അച്ഛൻ നടന്നുകൊണ്ട് എന്നോട് പറയും, മോനെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അച്ഛൻ വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ പോയത്. അച്ഛൻ പട്ടാളത്തിൽ പോയത് ഒരു സമുദായത്തെ കാത്തുരക്ഷിക്കാനല്ല, ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ കാത്തുരക്ഷിക്കാനാണ് അച്ഛൻ പട്ടാളക്കാരനായത്. അച്ഛൻ ഇപ്പം പെൻഷൻ പറ്റി വന്നിട്ടും എനിക്കിത് കിട്ടുന്ന പൈസ ഒരു സമുദായം തരുന്നതല്ല, ഒരു രാജ്യം തരുന്നതാണ്. അതുകൊണ്ട് മോൻ്റെ മനസ്സിൽ ഒരിക്കലും ജാതിയും മതവും ഒന്നും വരാൻ പാടില്ല. കാരണം അച്ഛൻ്റെ മനസ്സിൽ ഈ കനീകിര ദേവരെ പോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ദൈവമാണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് മനുഷ്യൻ ഒന്നാണെന്നും ജാതിയും മതവും ഒന്നും ഇല്ലെന്നും ഒക്കെ മനുഷ്യരെ പഠിപ്പിച്ച അദ്ദേഹം എനിക്കെന്നും ദൈവമാണ്. മോൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കണമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ ഹീറോ ആയതുകൊണ്ട് പിന്നീട് ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ജാതിയോ മതമോ ഒന്നും വന്നിട്ടില്ല. ഷാജിയും പ്രശാന്തനും മനോജുമൊക്കെ എൻ്റെ ചേട്ടൻ്റെയും പെങ്ങളുടെയും പോലെ എൻ്റെ സഹോദരർ തന്നെയായിരുന്നു. അവർക്ക് എപ്പോഴും വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നും ഇന്നും ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോവുകയാണെങ്കിൽ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുന്നതിന് മുമ്പായി ഗുരുദേവനെ തൊഴുതിട്ട് കാണിക്കിട്ടിട്ട് ഞാൻ പുറത്തു പോകാറുള്ളൂ. അത്രമാത്രം എൻ്റെ മനസ്സിൽ സ്വാധീനിച്ച ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. വർഷങ്ങളൊക്കെ കടന്നു പോകുന്തോറും ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ജീവിതം ഒരു പ്യൂരിഫിക്കേഷനിലാണല്ലോ കടന്നു പോകുന്നത്. തെറ്റുകളും കുറവുകളും ഒക്കെ എടുത്തു മാറ്റി നമുക്കൊരു പ്യൂരിഫിക്കേഷനിലേക്കാണ് മനുഷ്യൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ. അത് വെറും തത്വങ്ങളായി മാത്രം കാണാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിട്ടുമുണ്ട്. ഞാൻ കണ്ടുമുട്ടുന്ന ആരോടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല, മതം ചോദിച്ചിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ അത് ഏത് ജാതിയിലും മതത്തിലും വന്നാലും അവർ എൻ്റെ ഭാഗമാണെന്നും എന്നെപ്പോലും മനുഷ്യനാണെന്നും എന്നെ ചിന്തിക്കാൻ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇന്ന് ഈ ഒരു ദിവസം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ഈ നവോത്ഥാന മുദ്രാവാക്യം, കേരളം ഏറ്റെടുത്ത നവോത്ഥാന മുദ്രാവാക്യത്തിന് 100 വയസ്സ് തികയുമാണ്. ഇന്ന് പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, അതിനകത്തെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രങ്ങളും ആദർശങ്ങളും ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എത്രമാത്രം ഇന്ന് ആൾക്കാർ പാലിക്കുന്നു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എത്രമാത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ പാലിച്ച് അത്തരത്തിൽ ജീവിക്കുന്നതെന്ന് നമ്മളൊന്ന് വിചിന്തനത്തിന് തയ്യാറാവണം. ഇപ്പോഴും എൻ്റെ നാട്ടിൻ പുറത്തോടെ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ അതേ ദൂരം തന്നെയാണ് കടന്നാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പഴയ മൺപ്രതിമ മാറി ഇപ്പോൾ പഞ്ചലോഹ പ്രതിമയായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം പറഞ്ഞ പാഠങ്ങൾ, ആ തത്വങ്ങൾ ഓരോന്നും എത്ര പേര് പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇതേ പത്രത്താളുകളിൽ തന്നെ ഈ സമുദായത്തിൻ്റെ ഉള്ളിലെ സ്പർദ്ധകളെല്ലാം, പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുകയും ശ്രീനാരായണ ഗുരു എന്നൊരു മഹാത്മാവിനെ വെറും പ്രതീകമായി ഒരു സിമ്പലാക്കി മാത്രം മാറ്റുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി തന്നെ പൂജിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ പഞ്ചലോഹ പ്രതിമകൾ നിർമ്മിച്ച് പല ക്ഷേത്രങ്ങൾ പണിത് പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് മാത്രമാവരുത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ ഓരോ അംഗങ്ങളും മനസ്സിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെയും സമൂഹത്തിന് വെളിച്ചം വിതറുന്ന രീതിയിലേക്ക് അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളും ഈ സംഘടനയ്ക്കുള്ളിൽ നിന്നും ഉണ്ടാവണം. ശ്രീനാരായണ ഗുരുജി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, അത് ഉപയോഗിക്കരുത്, അത് കൊടുക്കരുത്. നമുക്കെല്ലാം അറിയാം ഇന്ന് സമൂഹത്തിൻ്റെ വലിയൊരു വിപത്ത് തന്നെയാണ് മദ്യം. ആ മദ്യം വരുത്തി വെക്കുന്നതിന് പല കുടുംബങ്ങളെയും ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മദ്യം വിൽപ്പന നടത്തുന്ന പല അംഗങ്ങളും ഈ സമുദായത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതുകൊണ്ട് SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒരു കാര്യം തീരുമാനമെടുക്കേണ്ടതായുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാത്മാവിൻ്റെ പേരിലാണ്
ഈ സംഘം തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെ കൂടുതൽ ജനകീയമാക്കാനും മറ്റു സമുദായങ്ങളിലേക്കും ലോകം മുഴുവനും വെളിച്ചം വീശാനും വേണ്ട എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഈ സംഘത്തിൻ്റെ ഒരു മുഖ്യ അജണ്ടയായി എടുക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിൻ്റെ മണ്ണിലല്ല ജനിച്ചിരുന്നെങ്കിൽ, കേരളത്തിന് വേണ്ടിയല്ല, കേരളത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാത്മാവാണ് ഗുരുജി എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. SNDP സമുദായത്തിന് ഫിസിക്കലി പുറത്തു നിൽക്കുന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എൻ്റെ ജീവിതത്തിന് വെളിച്ചം വീശാമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാമെങ്കിൽ നമുക്ക് ഒരുപാട് ജീവിതത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ച് ഈ ലോകത്തു നിന്നും വിടവാങ്ങാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ന് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ഈ തലമുറയിലൂടെ ശ്രീനാരായണ ഗുരു മങ്ങി പുതിയ തലമുറയ്ക്ക് വെറും ചരിത്രത്താളുകളിൽ ഒരു വ്യക്തിയായി മാത്രം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ ചതയ ദിനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ആദർശത്തിന് മുമ്പിൽ എൻ്റെ ജീവിതം അർപ്പിച്ച് ഞാൻ നമസ്കരിക്കുന്നു. നമസ്കാരം.